ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വണക്കം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ തമിഴ്നാട് വീട്ടിലിങ്ങനെ പുറത്തിരുന്നപ്പോൾ എടുത്തതാക്കും നല്ല കാറ്റ്. അവിടെ ആ തെങ്ങും തോപ്പ് കാണില്ലേ, അവിടെ കായലുണ്ട് കേട്ടോ. അതിൽ നിന്ന് വരുന്ന കാറ്റാണിത്. എപ്പോഴും ഇവിടെ കാറ്റാണ്. ഈ കാറ്റിന് നമ്മൾ കേരളക്കാരൊക്കെ വന്നാൽ പെട്ടെന്ന് കറുത്തു പോകും. കാരണം അറിയില്ല, അങ്ങനെ ഈ കാറ്റ് കൊണ്ടാൽ കറുപ്പാകുന്നൊക്കെ. ഇത് നമ്മുടെ മുന്നിൽ തന്നെ ഒരു വേപ്പില മരം ഉണ്ട് കേട്ടോ. അതിൽ പക്ഷികളുടെ കൂടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണിക്കാൻ വിചാരിച്ചിട്ടൊരു വൈകുന്നേരം 6 മണിക്കാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവിടെ മഴയൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു മഴ ഉണ്ടായതാട്ടോ. കുറച്ച് നമ്മുടെ അടുത്തൊരു കടകളൊക്കെ ഉണ്ട്. താഴെ ഒരു കട. നമ്മൾ മേലെ ഉണ്ടാവും. താഴെ മേലെ 2 തന്നെ ഉള്ളൂ. 4 വീടാണ്. 3 വീടും ഒരു കടയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അങ്ങനത്തൊക്കെ കടകളൊക്കെ ഉണ്ട്, നിറയെ കടകളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് മേലേക്ക് പോകാം. മേലെ ഓപ്പൺ ടെറസാണ്. അയ്യോ, കണ്ടെങ്കിൽ സ്റ്റെപ്പ് മഴ പെയ്തിട്ട്, മഴക്കാലത്തൊക്കെ മഴ പെയ്ത് വന്നിട്ടുള്ള ഉച്ച പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയുള്ള വീടുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. കുറേ അടുത്തടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഒരുപാട് വീടുകളുണ്ട്. വാടക വീടുകളുണ്ട്, സ്വന്തം വീടുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ടാങ്കുകളാണ്. നാല് ആളുകളാട്ടതിൽ. അപ്പോൾ 4 ആളുടെ ടാങ്കുകളുമാണിത്. ഇത് നമ്മളതാണ്. അതടുത്ത വീട്ടിലത്തെ, താഴെ വീട്ടിലത്തത്, അത് കടക്കാരത്. നല്ല കാറ്റാണ് ഇവിടെ. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, ഇവിടുത്തെ അങ്ങനെ പറയുന്നത് പോലെ. ഇവിടെ കണ്ടില്ലേ, നിറയെ കറണ്ട് വെള്ളമുണ്ട്. കണ്ടില്ലേ, മാട്, പശു. ഇവിടെ മാട് അറിയട്ടോ. ഇവരെങ്ങനെ പോവും വെള്ളം കുടിക്കാനോ പാല് കറക്കാനൊക്കെ. അവർ വീട്ടിൽ പോയിട്ട് പിന്നെയും തിരിച്ചു വരും. കയറൊന്നുമില്ലാതെ വെട്ടുകൊണ്ടില്ല. ആരും ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല മാടുകളാണ്. കണ്ടില്ലേ, കാറ്റാണ് ഇവിടെ. എൻ്റെ കേരളത്തിൽ നിന്ന് ആളുകളൊക്കെ വന്നാൽ ഞങ്ങളെല്ലാവരും ഇവിടെ പായ വിരിച്ചിട്ട് രാത്രി 12 മണി വരെ ഞങ്ങളിവിടെ കടന്ന് ആകാശത്തൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വിമാനങ്ങൾ. ഇപ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് വിമാനമാണ്, പ്ലെയിനാണ്, ട്രാഫിക്കിൽ നിൽക്കുകയാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് ഫോണ് തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കണ്ടില്ലേ, എന്താ രസമല്ലേ.
പക്ഷികളും സൂര്യനും ഒരു വരക്കണത് പോലെ ഉണ്ടല്ലേ. സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കിളികൾ, മയിലുകളൊക്കെ ഉണ്ട് അവിടെ. അയ്യോ പോണം. പറവകൾ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? എനിക്ക് വേണ്ടിയത് പ്ലീസ് ഒരു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻ്റൊക്കെ ഇടണം കേട്ടോ. നിങ്ങൾക്ക് തമിഴ്നാട് ഇഷ്ടപ്പെട്ടോ? അതായത് ഞാൻ മലപ്പുറത്തുനിന്ന് വന്ന് ഇവിടെ തമിഴ്നാട്ടിൽ കല്യാണം കഴിച്ച് വന്നപ്പോൾ എനിക്ക് തമിഴ് അറിയില്ല, എൻ്റെ ഭർത്താവിൻ്റെ ആളുകൾക്ക് മലയാളം അറിയില്ല. അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ കാക്ക വന്നു. കാക്കയെ ഇവിടുത്തെ അടുത്താണ്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ടാട്ടോ. ഞാൻ ഇവർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് താഴെ പോയാലുള്ള കിട്ടുക കാക്കയെ. ഒരു കാക്ക ഉണ്ടല്ലോ. അപ്പോൾ ഞാനും എൻ്റെ നാത്തൂമാരൊക്കെ ഇവിടെ, നാത്തൂനൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോഴേ എനിക്ക് തമിഴ് അറിയില്ല, അവർക്ക് മലയാളം അറിയില്ല. അങ്ങനെ ഞങ്ങൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാട്ടിയിട്ട് സംസാരിച്ചത് നല്ല രസമാണ് അന്നൊക്കെ ഓർക്കുമ്പോൾ. ഇവിടെ പിന്നെ എനിക്ക് ആ സൂര്യത്തിനോടാണ് എന്താ കാണാൻ ഭംഗി. നിങ്ങൾ വിചാരിക്കുക എന്തൊക്കെ ഈ പെണ്ണ് പറയുന്നത് അല്ലേ? ഞാനും അതന്നെ ആലോചിക്കണം. എന്തൊക്കെയൊക്കെ ഞാൻ പറയുന്നു, അല്ലാതെ എന്ത് പറയണം? അല്ലെങ്കിൽ ട്രാവൽ പോകണം, യാത്ര എടുക്കാൻ പോകണം, അതില്ല. അല്ലെങ്കിൽ കേരളത്തിൽ പോകണം. ഞാൻ കേരളത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച 18-ാം തീയതി അല്ല 16-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ കേരളത്തിൽ വന്നാൽ കേരളത്തിലെ വീഡിയോസുകളൊക്കെ വരും. എൻ്റെ വീട്, എൻ്റെ നാട്, അതൊക്കെ കാണിക്കും കേട്ടോ. ഇപ്പോൾ 2 മാസമായില്ല വെറും തമിഴ്നാട്ടിലത്തെ വീഡിയോകളൊക്കെ കാണണം. കട കണ്ടില്ല, പാനിപൂരി തുടങ്ങാനായിട്ടുണ്ട് കേട്ടോ. പാനിപൂരി കടയാണത്. വെറും കമ്പിയും വയറും കേബിള് അതന്നെ കേട്ടോ. അപ്പം എന്നാലും ഇത്രയൊക്കെ ഉള്ളൂ കുട്ടികളെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എത്ര സുന്ദരമായ ലോകമല്ലേ. കണ്ടല്ലോ, തെങ്ങും തോപ്പുകൾ പലതുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കൂലല്ലോ അല്ലേ? ഒരു ഒറ്റ സബ്സ്ക്രൈബ്, ഒരു ലൈക്ക്, ഒരു കമൻറ്റ് എല്ലാവരും ഇട്ടെന്ന്. അവിടെ ഒരുപാട് പാവപ്പെട്ട അച്ഛനമ്മമാരുണ്ട് റോട്ടിൽ കിടക്കണം. അവർക്കൊക്കെ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണവും അവർക്കൊരു പുതപ്പൊക്കെ വാങ്ങിക്കൊടുക്കണം എൻ്റെ മനസ്സിലുണ്ട്. ഞാനങ്ങനെ കൊടുക്കലുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് അവർക്ക് വാങ്ങിക്കൊടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇതായിക്കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കൊരു സഹായത്തിന് വേണ്ടി നിങ്ങളും എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.